മുത്തശ്ശൻ്റെയും മുത്തശ്ശിയുടെയും റൂമിലേക്ക് അനാമിക വരുന്നുണ്ട്. മുത്തശ്ശ, മരുന്ന് കഴിച്ചോ? ഇല്ല മോളെ, കഴിക്കാൻ പോകുന്നേ ഉള്ളൂ. എന്നാൽ ഇന്ന് ഞാൻ മുത്തശ്ശിന് മരുന്നെടുത്ത് തരും. അത് കേട്ട് മുത്തശ്ശി പറയും, വേണ്ട മോളെ, മോൾക്ക് മുത്തശ്ശന്റെ മരുന്നിനെ കുറിച്ച് ഒരു ധാരണയും ഇല്ലാത്തതാണ്. അതുകൊണ്ട് മുത്തശ്ശിന് ഞാൻ തന്നെ എടുത്തു കൊടുത്തോളാം. അല്ല മുത്തശ്ശി, എനിക്കത് പറഞ്ഞു തന്നാൽ മുത്തശ്ശിന് ഞാൻ മരുന്നെടുത്ത് കൊടുക്കില്ല. അതൊന്നും അത്ര പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റില്ല മോളെ. ഞാൻ തന്നെ പല മരുന്നുകളും അദ്ദേഹത്തോട് ചോദിച്ചിട്ടാണ് കൊടുക്കാറ്. അത് കേട്ട് മുത്തശ്ശൻ പറയും, നയനമോൾ ഉണ്ടെങ്കിൽ ആർക്കും ഇത്ര ബുദ്ധിമുട്ടില്ലായിരുന്നു. മോൾ തന്നെ കൃത്യസമയത്ത് എല്ലാ മരുന്നും എടുത്തു തരും. ഞാൻ എന്ത് പറഞ്ഞാലും മുത്തശ്ശനെ മുത്തശ്ശിയും എന്താ അവളുടെ പേര് എടുത്തിടുന്നത്? അത് തന്നെയാണ് എനിക്ക് അവളോടുള്ള ദേഷ്യം. അതുകൊണ്ട് മുത്തശ്ശനെ മുത്തശ്ശി അവളുടെ കാര്യം എന്നോട് പറയണ്ട. മോൾ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? നയനമോൾ എല്ലാവർക്കും നന്മ മാത്രമേ ചെയ്തിട്ടുള്ളൂ. നയനമോളെ പാഠമാക്കി ജീവിക്കാൻ വേണ്ടിയിട്ടാണ് മോളോട് ഞാനും മുത്തശ്ശൻ ഇങ്ങനെയൊക്കെ പറയുന്നത്. അത് മോളുടെ നന്മയ്ക്ക് വേണ്ടി പറയുന്നതാ. എന്തു തന്നെയായാലും ശരി, മുത്തശ്ശനും മുത്തശ്ശി അവളുടെ കാര്യം എന്റെ മുന്നിൽ വെച്ച് പറയരുത്. അതെനിക്ക് ഇഷ്ടമില്ല. അനാമിക്ക് ഈ തറവാട്ടിൽ ആരും പ്രായത്തിൽ മൂത്തവരോട് ഇങ്ങനെ സംസാരിച്ചിട്ടില്ല. ഞാൻ നിന്നോട് എപ്പോഴും പറയാറില്ലേ, നയനമോളാണ് ഇവിടുത്തെ മൂത്ത മരുമകൾ. അതുകൊണ്ട് സംസാരത്തിലും പ്രവൃത്തിയിലും ആ ബഹുമാനം നയനമോളോട് കാണിക്കണം. ഒരുപാട് തവണ ഇക്കാര്യം ഞാൻ നിന്നോട് പറഞ്ഞു എന്നൊക്കെ മുത്തശ്ശൻ പറയുകയാണ്. മുത്തശ്ശ, ബഹുമാനിക്കാൻ അർഹതയുള്ളവർക്ക് ആ ബഹുമാനം ഞാൻ കൊടുക്കാറുണ്ട്. മുത്തശ്ശി ആ നയനയുടെ കാര്യം എന്നോട് പറയരുത്, അതെനിക്ക് ഇഷ്ടമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അനാമിക അവിടെ നിന്ന് പോകുന്നുണ്ട്. മുത്തശ്ശന്റെ മുഖത്തേക്ക് ദയനീയമായിട്ടൊന്ന് നോക്കുന്നുണ്ട്. ഇതൊന്നും കണ്ട് ഇദ്ദേഹം വിഷമിക്കരുത്. കാലങ്ങൾ കഴിയുന്നതിനനുസരിച്ച് കൂട്ടുകുടുംബത്തിൽ ഇതുപോലുള്ള സംഭവങ്ങൾ നടക്കാൻ സാധ്യതയുണ്ട്. എന്നാലും വസുന്ധരെ, ആ കുട്ടി എന്താ കാര്യങ്ങൾ പറഞ്ഞിട്ടൊന്നും മനസ്സിലാക്കാത്തത്? അനാമിക മോൾക്ക് നല്ല പക്വത കുറവുണ്ട്, അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറയുന്നത് എന്നൊക്കെ പറയുകയാണ് മുത്തശ്ശി. പിന്നീട് കാണിക്കുന്നത് രേവതി അനാമികയുടെ റൂമിലേക്ക് പോകുന്നതാണ്. മോളെ, അനിയില്ലേ ഇവിടെ? ഇല്ല. എന്തിനാ മോളെ എന്നോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞത്? എനിക്ക് മടുത്ത അമ്മേ. ഇവിടുത്തെ നരകതുല്യമായ ജീവിതം ഞാൻ എങ്ങനെ കഴിഞ്ഞതാ? ഈ വലിയ വീട്ടിനുള്ളിൽ ശ്വാസം മുട്ടി ജീവിക്കാൻ എനിക്ക് വയ്യമ്മേ. അമ്മ എത്രയും പെട്ടെന്ന് അച്ഛനോട് പറഞ്ഞ് അനിയിൽ നിന്ന് എനിക്ക് ഡിവോഴ്സ് വാങ്ങിത്തരണം. എന്താ മോളെ നീ ഇങ്ങനെയൊക്കെ പറയുന്നത്? ഇത് മോളുടെ ജീവിതമാണ്. ഇങ്ങനെയൊന്നും അല്ലല്ലോ മുൻപ് അച്ഛനും അമ്മയും പറഞ്ഞിരുന്നത്. നമ്മുടെ കടമെല്ലാം വീട്ടിൽ കഴിഞ്ഞാൽ പറ്റില്ലെങ്കിൽ അവിടെ നിന്ന് പോര് എന്നല്ലേ പറഞ്ഞിരുന്നത്? അതൊക്കെ ശരിയാണ് മോളെ. നീ ഒരു പണക്കാരനെ വിവാഹം കഴിക്കണമെന്നാണ് ഞാനും അച്ഛനും കരുതിയിരുന്നത്. പക്ഷെ ഒരു കോടീശ്വര കുടുംബത്തിലാണ് നീ എത്തിയിരിക്കുന്നത്. വലിയൊരു ബന്ധമാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അത് മോള് വേണ്ട എന്ന് വെക്കുകയാണെങ്കിൽ അതിന് വലിയ വില മോള് കൊടുക്കേണ്ടി വരും. അമ്മ എന്നെ ഇവിടെ തളച്ചിടാൻ നോക്കുകയാണോ? എന്നെ ഇവിടെ കിടത്തി നറകിപ്പിച്ചിട്ട് വേണോ അച്ഛനും അമ്മയ്ക്ക് ക്യാഷ് ഉണ്ടാക്കാൻ? അങ്ങനെയല്ല, മോളെ കഷ്ടപ്പെടുത്തിയിട്ട് അച്ഛനും അമ്മയ്ക്ക് എന്ത് കിട്ടാനാണ്? ഇതേ മോളെ, അനന്തപുരിയിൽ ജീവിക്കുകയാണെങ്കിൽ മോൾക്ക് ലക്ഷറി ലൈഫാണ്. ഇനി ഞങ്ങളുടെ കൂടെ പോരുകയാണെങ്കിൽ ഇവർ തരുന്നതും വെച്ച് അവിടെ ജീവിക്കേണ്ടി വരും. അങ്ങനെ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകുമെന്നാണോ അമ്മ കരുതിയത്? എനിക്ക് കിട്ടേണ്ടത് കിട്ടിയാലേ ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകൂ. ഇപ്പോൾ ജീവിക്കാനുള്ളതെല്ലാം കിട്ടും, ജീവിതാവസാനം വരെ ജീവിക്കാനുള്ളതൊന്നും കിട്ടില്ലല്ലോ മോളെ. എന്തായാലും അമ്മേ, നമ്മുടെ കടങ്ങളെല്ലാം വീട്ടി വലിയ വീടൊക്കെ വെച്ച് ഒരു ബിസിനസ്സൊക്കെ തുടങ്ങാനുള്ള പണം എന്തായാലും നമുക്ക് കിട്ടും. ആ സമയം ജലജ അതുവഴി പോവുകയാണ്. അമ്മയും മോള് എന്തോ സംസാരിക്കുന്നുണ്ട്, എന്തായാലും ഒന്ന് കേട്ടു നോക്കാം. രണ്ടുപേരും എന്തെങ്കിലും പ്ലാൻ ഇടുകയായിരിക്കും എന്ന് പറഞ്ഞ് ജലജ അങ്ങനെ കാതോർത്ത് നിൽക്കുകയാണ്. എന്താണ് ഇവർ പറയുന്നത് എന്ന് കേൾക്കാൻ. ആ സമയം രേവതി പറയുന്നുണ്ട്, ആര് പറഞ്ഞു നിന്നോട് ഈ വിഡിത്തരം? നിനക്ക് ഞങ്ങൾ 100 പവനാണ് തന്നത്. അതുണ്ടാക്കിയത് എങ്ങനെയാണെന്ന് നിനക്ക് അറിയാമല്ലോ. നീ ഇവിടെ നിന്ന് പോരുകയാണെങ്കിൽ നിനക്ക് ജീവിതാവസാനം വരെ ജീവിക്കാനുള്ളതൊന്നും ഇവർ തരില്ല. കുറച്ച് നാളത്തേക്ക് നമുക്ക് ജീവിക്കാനുള്ളത് കിട്ടും. ഇതേക്കുറിച്ചൊക്കെ കൂടുതൽ ആലോചിച്ചിട്ട് നീ ഡിവോഴ്സിന് ഇറങ്ങിയാൽ മതി. എന്തായാലും ഈ കാര്യം നീ അനിയോട് പറഞ്ഞാൽ എനിക്ക് വലിയ സന്തോഷമാകും. അവനെ മൊട്ടച്ചിയും കെട്ടി സുഖമായിട്ട് ജീവിക്കാമല്ലോ. ഇനി 3 കൂടി ഇവിടെ സുഖമായിട്ട് ജീവിക്കാം. അമ്മ പറഞ്ഞത് ശരിയാണ്. ഇപ്പോഴാണ് ഞാൻ കാര്യങ്ങളെല്ലാം ആലോചിക്കുന്നത്. അതാ ഞാൻ പറഞ്ഞത് മോളെ, എടുത്തു ചാടി ഓരോ കാര്യങ്ങൾ ചെയ്താൽ അവസാനം നമ്മൾ ദുഃഖിക്കേണ്ടി വരും. എല്ലാം നമ്മൾ ബുദ്ധിപൂർവ്വം കളിക്കണം. ആ നാനിയൊക്കെ കളിക്കുന്നത് കണ്ടില്ലേ? അത് കേട്ട് ജലജ ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്. അപ്പോൾ അനിയുമായിട്ടുള്ള ഡിവോഴ്സിനെ കുറിച്ചാണ് ഇവർക്ക് ചർച്ച. ആ രേവതിക്ക് ഇവിടുത്തെ സ്വത്തിലാണ് കണ്ണ്. ഇവിടെ ഞാൻ തന്നെ വർഷങ്ങളായി ശ്രമിച്ചിട്ട് ഒന്നും കിട്ടുന്നില്ല. ഒരു രേവതി വന്നിരിക്കുന്നു. ഇതെന്തായാലും അച്ഛൻ്റെ അടുത്ത് അറിയിക്കണം, അല്ലെങ്കിൽ ഈ സ്വത്തുക്കളെല്ലാം കൂടി ഇവറ്റകൾ അടിച്ചു മാറ്റും. അമ്മ അതിന് വക്രബുദ്ധിയാണ് ഈ രേവതിയുടെ തലയിൽ. എന്തായാലും ഒരു സൂചനയെങ്കിലും അച്ഛൻ്റെ അടുത്ത് കൊടുക്കാതിരിക്കാൻ പറ്റില്ല. അങ്ങനെയൊക്കെ ചിന്തിച്ച് ജലജ മുത്തശ്ശൻ്റെ റൂമിലേക്ക് പോകുന്നുണ്ട്. അങ്ങനെ രേവതി പറയുകയാണ്, മോളെ നീ നന്നായി ആലോചിക്കണം. നിനക്ക് കിട്ടാത്ത സന്തോഷം ആ മൊട്ടച്ചിക്ക് കിട്ടരുത്. അതുകൊണ്ട് മോളെ, നീ എത്രയും പെട്ടെന്ന് ഒരു അമ്മയാവണം. അതിനമ്മേ, അനി എന്നെ ഒഴിവാക്കാൻ വേണ്ടി നടക്കുകയാണ്. അവന് എന്നോടൊരു താല്പര്യവുമില്ല. അമ്മേ, അച്ഛനും അമ്മയ്ക്ക് എന്താണ് ചെയ്യാൻ പറ്റുക? ഒരു വശീകരണ മന്ത്രം ഞാനൊരു പൊടി തരാം, അത് അനിക്ക് കുടിക്കാനുള്ള വെള്ളത്തിൽ കലക്കിയാൽ മതി. അതൊന്നും വേണ്ട അമ്മേ, അതവൻ സമ്മനസാല ചെയ്യുന്നതല്ലോ. ഇങ്ങനെയൊന്നും ചെയ്യാതെ നിനക്ക് നല്ലൊരു ജീവിതം കിട്ടുമെന്ന് മോള് പ്രതീക്ഷിക്കേണ്ട. അവനെ ഒന്ന് സ്നേഹിക്കാൻ പറഞ്ഞിട്ട് നീ സ്നേഹിക്കുന്നുണ്ടോ? എന്റെ സ്വഭാവം അതുപോലെയല്ലേ. അതുകൊണ്ട് തന്നെ ഇതൊക്കെ തന്നെ ഒരു മാർഗമുള്ളൂ. നീ ഞാൻ പറയുന്നതൊന്ന് കേൾക്കാൻ നോക്ക് എന്ന് പറഞ്ഞുകൊണ്ട് രേവതി അവിടെ ഒന്ന് പോവുകയാണ്. പിന്നെ കാണിക്കുന്നത് ജലജ മുത്തശ്ശൻ്റെയും മുത്തശ്ശിയുടെ റൂമിലേക്ക് പോകുന്നതാണ്. എന്താ മോളെ ഇതുവഴിയൊക്കെ എന്ന് ചോദിക്കുകയാണ് മുത്തശ്ശൻ. ഒന്നുമില്ല അച്ഛാ, അച്ഛനെയും അമ്മയും കാണണം തോന്നി, അതുകൊണ്ട് ഇതുവഴിയൊക്കെ ഒന്ന് വന്നതാണ്. നീ എന്താ ഞങ്ങളെ കണ്ടിട്ട് കുറെ നാളായോ? അതല്ല അച്ഛാ, നീ
ഒന്ന് ഉരുണ്ട് കളിക്കാത്ത കാര്യം പറ, ഞങ്ങൾക്ക് വേറെ പണിയുണ്ട്. അപ്പം മുത്തശ്ശിയും പറയുന്നുണ്ട്, ജലജെ നിനക്ക് എന്താണ് പറയാനുള്ളതെങ്കിൽ അത് വേഗം പറ, എനിക്ക് അച്ഛന് മരുന്നെടുത്ത് കൊടുക്കാനുണ്ട്. അമ്മ ഇങ്ങത്താ, ഞാൻ അച്ഛന് മരുന്നെടുത്ത് കൊടുത്തോളാം. അപ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട്, ഒരാൾ സഹായിക്കാമെന്ന് പറഞ്ഞത് തന്നെ വലിയ തലവേദനയായിരിക്കുകയാണ് ഞാനും വസുന്ധരയും. ഇനി വേറെ ഒരാളുടെ സഹായം കൂടി വേണ്ട. എന്നാലും അച്ഛാ, ചേച്ചി ഇന്ന് വേഗം ഒന്ന് പറയാനുള്ളത് വേഗം പറഞ്ഞിട്ട് പോ. അച്ഛാ, എനിക്ക് പറയാനുള്ളത് അച്ഛനും അമ്മയും വിശ്വസിക്കില്ല എന്ന് എനിക്കറിയാം. വിശ്വസിക്കില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഇങ്ങനെ പറയാൻ നിൽക്കുന്നത്? അതച്ഛാ, അച്ഛൻ്റെ ഇളയ കൊച്ചുമകൻ്റെ കാര്യമാണ്. അനിയുടെ കാര്യമാണോ? അതെ അച്ഛാ, അനാമികയ്ക്ക് അനിയം അടുത്തു തുടങ്ങി. അപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, ദേ ജലജെ വേണ്ടാട്ടോ, നീ എന്തൊക്കെയാണ് ഈ പറയുന്നത്? അത് കേൾക്കുമ്പോൾ മുത്തശ്ശൻ, അവൾ എന്താച്ചാ പറഞ്ഞോട്ടെ. അച്ഛാ, ആ നന്ദു കാരണം അനാമിക ഡിവോഴ്സിനെ കുറിച്ച് സംസാരിക്കുന്നത് ഞാൻ കേട്ടതാ. അത് മാത്രമല്ല അച്ഛാ, ആൾ ഇവിടുന്ന് പോവുകയാണെങ്കിൽ അച്ഛനുണ്ടാക്കിയ സ്വത്തിന്റെ പകുതിയായിട്ടായിരിക്കും അവൾ പോകുക. അങ്ങനെ പറയുന്നത് നീ കേട്ടോ? അല്ല അച്ഛാ, നഷ്ടപരിഹാരമായിട്ട് അവൾക്ക് എന്തെങ്കിലും കൊടുക്കേണ്ടി വരില്ലേ? അപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, ജലജെ നിർത്തിക്കോ, ഇതൊന്നും നിനക്ക് നല്ലതിനല്ല. അമ്മേ, ഞാൻ എൻ്റെ കാതുകൊണ്ട് കേട്ട കാര്യമാണ് പറയുന്നത്. ഇനി ഇപ്പോൾ വിശ്വസിക്കേണ്ടെങ്കിൽ വിശ്വസിക്കേണ്ട. ജലജ അതും പറഞ്ഞ് അവിടെ നിന്ന് പോവുകയാണ്. അങ്ങനെ മുത്തശ്ശനോട് കാര്യങ്ങളെല്ലാം പറഞ്ഞ് പുറത്തേക്ക് പോരുമ്പോൾ ജലജ അങ്ങനെ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്, എന്തായാലും സന്തോഷമായി. ഈ കാര്യങ്ങളെല്ലാം പറയുമ്പോൾ മുത്തശ്ശൻ അടിക്കുമെന്നാണ് ഞാൻ കരുതിയത്. എന്തായാലും അതൊന്നും ഉണ്ടായില്ല. എന്തായാലും മുത്തശ്ശൻ്റെ മനസ്സിലൊരു തിരിയിട്ട് കൊടുത്തപ്പോൾ സമാധാനമായി. ജലജ പോയി കഴിഞ്ഞപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, ദേ ഇദ്ദേഹം ജലജ പറയുന്നൊന്നും വിശ്വസിക്കില്ല. വസുന്ധരെ, ജലജ പറഞ്ഞ കാര്യം അങ്ങനെ വിട്ടുകളയാൻ പറ്റില്ല. എന്ന് വെച്ചാൽ അനാമിക മോളുടെ വീട്ടുകാർ അങ്ങനെ ചെയ്യുമെന്ന് ഇദ്ദേഹത്തിന് തോന്നുന്നുണ്ടോ? എന്താ തോന്നാതിരിക്കാൻ? വെറുതെ ഇദ്ദേഹത്തിൻ്റെ മനസ്സിൽ തിരിയിടാൻ വേണ്ടി വന്നതാണ് അവൾ. അങ്ങനെ മുത്തശ്ശനും മുത്തശ്ശി ഓരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പുറത്തു നിന്നൊരു ശബ്ദം കേൾക്കുകയാണ്. കേട്ട പാടെ തന്നെ മുത്തശ്ശനും മുത്തശ്ശി അങ്ങോട്ട് പോകുന്നുണ്ട്. അനാമിക നവ്യയും തർക്കിക്കുന്നതും അനാമിക നവ്യയെ അടിക്കാൻ ഒരുങ്ങുന്നതുമാണ് മുത്തശ്ശനും മുത്തശ്ശിയും കാണുന്നത്. ഇത് കണ്ടുകൊണ്ട് മുത്തശ്ശനാണെങ്കിൽ ദേഷ്യപ്പെട്ട് അങ്ങോട്ട് വരുന്നുണ്ട്. ഒരു ദിവസമായി ഇത് കണ്ടുകൊണ്ടിരിക്കുന്നു. ഒരാൾ വയ്യാതെ ഹോസ്പിറ്റലിൽ കിടക്കുകയാണ്. ഇത് കേൾക്കുമ്പോൾ നവ്യ പറയുന്നത്, മുത്തശ്ശ മിണ്ടരുതെന്ന് ഞാൻ പറഞ്ഞില്ലേ? ഞാനിവിടെ സംസാരിക്കുമ്പോൾ അതിൻ്റെ മുകളിൽ ആരും സംസാരിക്കേണ്ട. അത് കേൾക്കുമ്പോൾ നവ്യ അനാമികയും തല താഴ്ത്തി നിൽക്കുകയാണ്. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇതുപോലെ തല്ല് കൂടാനാണ് ഉദ്ദേശമെങ്കിൽ ഞാനും വസുന്ധര ഇപ്പോൾ തന്നെ ഇവിടെ നിന്ന് ഇറങ്ങി തന്നേക്കാം. അപ്പോൾ ഇതൊന്നും ഇവിടെ നിന്ന് കാണണ്ടല്ലോ. അപ്പോൾ അനാമിക പറയുന്നത്, ഞാനല്ല മുത്തശ്ശ, ഇവളാണ്. മിണ്ടരുത് എന്നാണ് ഞാൻ നിന്നോട് പറഞ്ഞത്. നിനക്കെന്താ ബുദ്ധിസ്ഥിരതയില്ലേ? പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ നവ്യ പറയുന്നത്, മുത്തശ്ശ എൻ്റെ നയനെക്കുറിച്ച് ഇങ്ങനെയൊക്കെ പറഞ്ഞപ്പോഴാണ് ഞാൻ പ്രതികരിച്ചത്. കഴിയുന്നതൊന്നും കണ്ടില്ല എന്ന് നടിച്ച് ഉള്ളിലെല്ലാം ഒതുക്കി നടക്കുന്ന ഒരു ഗർഭിണിയാണ് ഞാൻ. കിട്ടേണ്ട സ്നേഹമൊന്നും എനിക്ക് കിട്ടുന്നില്ല. അതുകൂടാതെ ഇവളുടെ കളിയാക്കലും ശാസനയും എല്ലാം കൂടി സഹിച്ച് എനിക്കിവിടെ നിൽക്കാൻ പറ്റുന്നില്ല മുത്തശ്ശ. അപ്പോൾ അനാമിക പറയുന്നുണ്ട്, മുത്തശ്ശ ആ നയന എന്ന് പറഞ്ഞവളെ എനിക്കിഷ്ടമില്ല. അവളെ പെറ്റി വളർത്തി ഇത്രയാക്കിയ സ്ത്രീയില്ലേ, അവരാണ് എല്ലാത്തിനും കാരണം. മുത്തശ്ശനറിയോ, ഞാൻ ജീവിതത്തിൽ ഒരാളെ സ്നേഹിച്ചിട്ടുള്ളൂ. അയാളെ എന്നിൽ നിന്ന് തട്ടിയെടുക്കാൻ നോക്കിയ ആരെയും ഞാൻ വെറുതെ വിടില്ല. അവൻ അവളെയാണ് ഇഷ്ടം, ആ മൊട്ടച്ചിയെ. എല്ലാത്തിനും കാരണം ഇവരുടെ അമ്മയാണ്. മക്കളെ നല്ലതുപോലെ വളർത്തിയിട്ടില്ലെങ്കിൽ എല്ലാവരുടെ ജീവിതത്തിൽ നഷ്ടമുണ്ടാക്കും അവർ. ഇതിലൊന്നാം പ്രതി ആ നയനയാണ്. അവളുടെ തലയിൽ നിന്ന് വരുന്ന ബുദ്ധിയാണ് ഇവൾമാരെല്ലാം കൂടി ചെയ്യുന്നത്. അപ്പോൾ മുത്തശ്ശൻ പറയുന്നത്, നിർത്ത്, നിങ്ങളുടെ വഴിവിട്ട സംസാരം ഇവിടെ പാടില്ല. എനിക്ക് നിങ്ങളുടെ ഒരു കാര്യമേ പറയാനുള്ളൂ, നിങ്ങൾക്ക് നയനമോളെ കണ്ടുപഠിക്കണം. ഇവിടെ നല്ല രീതിയിൽ നിങ്ങൾ ജീവിച്ചിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ഇവിടെ നിന്നിറങ്ങാം. അപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, എന്താണ് ഇദ്ദേഹം ഇങ്ങനെയൊക്കെ പറയുന്നത്? മതിയായയുടെ വസുന്ധരെ, ഇവരുടെയൊക്കെ ഇടയിൽ നരകതുല്യമായി എനിക്ക് ഇനി ജീവിക്കാൻ വയ്യ. എന്നിട്ട് മുത്തശ്ശൻ പറയുന്നുണ്ട് അനാമികയോട്, നയനമോൾ എല്ലാവർക്കും നന്മ മാത്രമേ ചെയ്തിട്ടുള്ളൂ. എല്ലാവർക്കും നന്മ വരാൻ മാത്രം പ്രാർത്ഥിക്കുന്ന കുട്ടിയാണ് അവൾ. ആ കുട്ടിയെ അനുസരിച്ച് ജീവിക്കാൻ പറ്റാത്തവർ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകാം എന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ട് മുത്തശ്ശൻ അവിടെ നിന്ന് പോവുകയാണ്. അനാമികയാണെങ്കിൽ ആകെ ഷോക്കഡായി നിൽക്കുകയാണ് മുത്തശ്ശൻ്റെ വാക്കുകൾ കേട്ടിട്ട്. ഇതുപോലുള്ള കിടിലൻ എപ്പിസോഡുകളാണ് ഇനി പത്തരമാറ്റിൽ വരാൻ പോകുന്നത്.